ഹലോ, അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻകറിയാണ് കേട്ടോ. ഇത് നമ്മളെ ചുമന്ന മീനുണ്ടല്ലോ, ചെങ്കലവ. ചിലർ പറയും കിളിമീൻ എന്ന് പറയും, ചിലർ പൂമീൻ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമന്റ് ചെയ്യണേ. ഒരു വലിയ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് ഞാൻ ചരുവത്തിലാണ് വെച്ചത് കേട്ടോ. ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 സവാള ഇട്ട് വഴറ്റിയെടുക്കുക. സവാള ചെറുതായിട്ട് വാടുമ്പോഴത്തേക്കും അതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി സവാള കൂടെ നല്ലതായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് വാടി കിട്ടാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. ഞാൻ ഉപ്പ് നേരത്തെ തന്നെ ഇട്ട് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കും കേട്ടോ, വഴണ്ട് വരാൻ വേണ്ടി. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചതിന് ശേഷം ഈ മസാല ചെറുതായിട്ടൊന്ന് തണുപ്പിക്കണം കേട്ടോ. തണുപ്പിച്ചിട്ട് ഞാനിത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കും. ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഈ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നല്ല പേസ്റ്റ് പോലെ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വരട്ടിയ ചരുവുണ്ടല്ലോ, അതിൽ തന്നെ നമുക്ക് ഇട്ടിത് വേവിച്ചെടുക്കണം. കറി അതിൽ തന്നെ വെക്കുന്ന കേട്ടോ. ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച്, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച്, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ 2 പുളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ചെങ്കലവ കറിക്ക് വടക്കം പുളി ആയിരിക്കും ബെറ്റർ. നിങ്ങളുടെ നാട്ടിൽ നിന്ന് എന്താ പറയുന്ന അറിയില്ല, നമ്മുടെ നാട്ടിൽ വടക്കം പുളി എന്ന് അറിയപ്പെടുന്നു. പിന്നെ 2 പീസ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു തക്കാളിയും കൂടി അരിഞ്ഞിടണം കേട്ടോ. പിന്നെ നമ്മൾ മീൻ നല്ലതായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കാം. കറി തിളച്ചതിന് ശേഷം മാത്രമേ ഈ ചെങ്കലവ മീൻ ഇട്ട് കൊടുക്കാവൂ കേട്ടോ. ഈ മീൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഒരുപാടിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ. നമ്മുടെ ചെങ്കലവ പുളി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. കറി കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തി ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.